സനാതനധർമ്മം മതമല്ല. എന്താണ് മതം? സനാതനധർമ്മം എന്ന് പറയുന്നത് മതമല്ല. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? മതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഞാൻ മാത്രം ശരി, നീ തെറ്റ്. ഇതാണ് മതം. എന്റെ മതം ശരി, എന്റെ ഗ്രന്ഥം ശരി, എന്റെ ദൈവം ശരി, നിന്റെ മതം തെറ്റ്, നിന്റെ ഗ്രന്ഥം തെറ്റ്, നിന്റെ ദൈവം തെറ്റ്. ഇതാണ് മതത്തിന്റെ അഭിപ്രായം. ധർമ്മമോ ഞാനും ശരി, നീയും ശരി. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഏത് ദേവനെ നമസ്കരിച്ചാലും അത് കേശവനിലേക്ക് എത്തിച്ചേരുന്നു എന്ന വിശ്വാസം, അത് ധർമ്മം. ആകാശാത് പരിതം തോയം യഥാഗച്ഛതി സാഗരം. ആകാശത്തിൽ നിന്ന് വീഴുന്ന മഴ എങ്ങനെയാണോ സാഗരത്തിലേക്ക് ഒഴുകിച്ചേരുന്നത്, അതുപോലെ സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആരെ ഭജിച്ചാലും കുഴപ്പമില്ല, അത് കേശവനിലാണ് എത്തുക. ഈശ്വരൻ ഒന്നു തന്നെ ഉള്ളുവെന്നും ഈ ജഗത്ത് ഒരൊറ്റ നീടം, ഒരു കൂടാണെന്നും, ജഗത്തേക നീടം, വസുധ ഏവ കുടുംബകം, വസുധൈവ കുടുംബകം, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് ധർമ്മം. അതിൽ ധർമ്മമാണ് സനാതനധർമ്മം. അതുകൊണ്ട് നമ്മുടേത് മതമല്ല. അപ്പോൾ മതങ്ങൾക്കുള്ളിൽ നിരവധി, ധർമ്മത്തിനുള്ളിൽ നിരവധി മതങ്ങൾ ഉണ്ടാവാം. സനാതനധർമ്മത്തിന്റെ ഉള്ളിൽ മതങ്ങളുണ്ട്. ഇപ്പൊ ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, ഗാണപത്യ മതം, ശാക്തേയ മതം, ശൈവമതം, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മതങ്ങളുണ്ട്. കൾട്ടുകളുണ്ട്. കൾട്ട് എന്ന് പറഞ്ഞ മതത്തേക്കാൾ കുറെ കൂടെ ചെറുതാണ്. സംഘടന ശക്തമായിരിക്കും, മനസ്സ് വളരെ സങ്കുചിതമായിരിക്കും. പക്ഷെ അത് നല്ലതാണ്, മോശമാണെന്നൊന്നല്ല. ഇപ്പൊ സത്യസായി ബാബയുടെ കൾട്ട് ഷിർദി സായി ബാബയെ അംഗീകരിക്കുകയല്ല, ഷിർദി സായി ബാബയുടെ കൾട്ട് വേറൊരു കൾട്ടിനെ അംഗീകരിക്കുകയല്ല. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, അത്രേ ഉള്ളൂ, അത് മതി. അപ്പോ കൾട്ടുകളാണത്. കൾട്ടുകൾ, അതിനു മുകളിൽ മതങ്ങൾ, അതിനു മുകളിൽ ധർമ്മം. അപ്പോ സനാതനം ധർമ്മമാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്.